ചിക്കൻ കട്ട് ചെയ്യുന്ന ചിക്കൻ കട്ട് ചെയ്യുന്ന പോലൊന്നുമല്ല മീൻ കട്ട് ചെയ്യുന്നത് എനിക്ക് അറിയാം മിസ്റ്റർ. ചിലരുടെയൊക്കെ വിചാരം നമ്മളെ കൊണ്ട് ഇതൊന്നും കൂട്ടിയെ കൂടൂല എന്നാണ്. എന്നാ കൂട്ടിയെ കൂടുമെന്ന് തെളിയിക്കുന്നതിന് മുമ്പായിട്ട് വിദഗ്ധർ പറയുന്നത് എന്താണെന്ന് കേൾക്കാം. ഈ പോഷൻ വെട്ടണം, ഈ നടുക്കുന്നത് ഇങ്ങനെ കീറണം. ഇന്ന് രാവിലത്തെ എന്റെ കണി ചേട്ടൻ വാങ്ങിക്കൊണ്ട് വന്ന കുറച്ച് മീനുകളാണ്. ഞാൻ ചെറുപ്പം തൊട്ടേ മീൻ കഴിക്കാറില്ല, എന്നാൽ ചേട്ടനാണെങ്കിൽ കഴിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇവിടെ മീൻ വാങ്ങിച്ചിട്ടുണ്ട്. അതിന്റെ കട്ടിങ്ങും കറിവെക്കലും എല്ലാം ചേട്ടന്റെ പരിപാടിയാണ്. പണ്ടൊക്കെ അമ്മ പറയായിരുന്നു, കല്യാണം കഴിക്കുന്ന ചെറുക്കന്റെ മീൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ തൊടിയെ വെട്ടിയൊക്കെ വേണ്ടി വരുന്നു. കാര്യം ഞാൻ കഴിക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ മീൻ തൊടാറ് പോലും ഇല്ലായിരുന്നു. അതിന്റെ ഇടയിൽ ദൂരമീൻ വായും വിളിച്ചിരിക്കുന്നു. അപ്പൊ ഇവിടെ ഇപ്പൊ എന്നെ നിർബന്ധിച്ചിട്ടില്ലല്ലോ. എന്തോ എനിക്കൊരു ആഗ്രഹം, ഒരിക്കലെങ്കിൽ ഒരിക്കൽ ഇതൊക്കെ എനിക്ക് സ്വന്തമായിട്ട് ചെയ്തു കൊടുക്കണം. ചേട്ടന്റെ നിർദ്ദേശത്തിലാണ് കട്ട് ചെയ്തതെങ്കിലും ഉപദേശിക്കാൻ വരുമ്പോൾ ഞാൻ പതിവ് പോലെ വഴക്കുണ്ടാക്കാൻ ചെല്ലുമായിരുന്നു. ഇത്ര ബുദ്ധിമുട്ടി കട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അത് പിന്നെ മനുഷ്യനല്ലേ പിള്ളേ, ആർക്കെങ്കിലും ഒരു ആഗ്രഹമൊക്കെ ഉണ്ടാവില്ലേ? എനിക്കാണെങ്കിൽ മീൻ കൈ പിടിക്കുമ്പോ എന്തോ ബുളുബുള സാധനം പിടിക്കുന്ന പോലായിരുന്നു. അതിന്റെ കൂടെ സുഗന്ധവും കൂടി ഒരുമിച്ച് വന്നപ്പോഴാണ് ഞാൻ ഈ പാവങ്ങൾ വാരി വിതറാൻ തുടങ്ങിയത്. കൂടെ ഒരു ലോഡ് രക്തവും അല്ല ലോഡിലില്ല അവിടെ ഇവിടേക്കായിട്ട് കുറച്ച്. മീൻ ഇഷ്ടമുള്ളവർക്കും ഇത് സ്ഥിരമായിട്ട് കട്ട് ചെയ്യുന്നവർക്കും എനിക്കിപ്പോ ഇട്ടൊരു അടി തരാൻ തോന്നുന്നു. എനിക്കറിയാം, ആദ്യത്തെ പരീക്ഷണല്ലേ, ഒന്ന് ക്ഷമിച്ചേക്ക്. എനിക്ക് കിട്ടിയ നിർദ്ദേശപ്രകാരം തലയും വാലുമാണ് നമ്മൾ മെയിൻ ആയിട്ട് കട്ട് ചെയ്യേണ്ടത്. പക്ഷേ ഇത് രണ്ടും കട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ബാക്കി മീനൊന്നും ഇല്ല. അങ്ങനെ ഒരു വിധം കട്ട് ചെയ്തെടുത്ത് കഴുകാൻ കൊണ്ട് അവിടെ ചെന്നിട്ട് കുളിപ്പിച്ച് കൊച്ചിനെ ഇല്ലാതാക്കുന്ന പോലെ കഴിക്കിട്ടും എനിക്ക് മതിയാവുന്നില്ല. അങ്ങനെ ഒരു പരുവത്തിൽ അതിനെ അവിടുന്ന് എടുത്ത് മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിലോട്ട് കയറ്റണം. എന്തായാലും ഈ ഒരു പരിപാടി സ്ഥിരമാക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ചേട്ടൻ എന്നെ കൈമാറുന്നു.